ക്യാമറ ഈ ക്യാമറ ഒരാൾ സൃഷ്ടിച്ചോണ്ടല്ലേ സാർ അതിരിക്കുന്നത്? അല്ല, പിന്നെ അതിനകത്തിരിക്കുന്ന എല്ലാ സാധനവും ഇവിടെ ഉള്ളതാ. അങ്ങനെയാണ്. അതിനകത്ത് ഇരുമ്പ് മാറ്റി, അതിനകത്തെ കോപ്പർ മാറ്റി, അതിനകത്ത് രൂപമാറ്റം മാത്രമേ. കോപ്പറും ഇതും എല്ലാവരും ഉണ്ടാക്കി. ആരും ഉണ്ടാക്കിയിട്ടില്ല, ഉള്ളതാണത്. ഞാൻ കാര്യം പറയട്ടെ സാർ, ഇപ്പൊ സാർ പറഞ്ഞ അതിന്റെ അകത്തുള്ള ക്യാമറയുടെ അകത്തുള്ള ഇരുമ്പ് ഒരു ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയല്ലേ? അല്ല, പിന്നെ എങ്ങനെ ഇരുമ്പ് ഉണ്ടാവുന്നത്? ഇവിടെ ഉള്ളതാണ്. ഇരുമ്പ് ഇവിടെ ഉള്ളതായിരിക്കും. എല്ലാം ഇവിടെ ഉള്ളതാണ്. ഇവിടെ മുഴുവൻ എല്ലാ നിമിഷവും ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഇല്ലാതിരുന്നിട്ടില്ല ഇതൊന്നും. രൂപമാറ്റമേ വരുന്നുള്ളൂ, ഇല്ലാതിരുന്നിട്ടില്ല. പ്രപഞ്ചം തുടങ്ങിയിട്ടില്ല, പ്രപഞ്ചം ഉള്ളതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ക്യാമറയുടെ വിഷയം പറഞ്ഞു. ക്യാമറക്കകത്തുള്ള ഇരുമ്പും കോപ്പറും എല്ലാം ഉള്ളതാണ്. എന്നാൽ ക്യാമറയും ഇതേപോലെ ഉള്ളതാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്തൊരു ബുദ്ധിമുട്ടില്ല ചോദിച്ചപ്പോൾ ആ ഒരു ടോക്ക് തന്നെ എന്തോ ഒരു ഡിസ്കംഫേർട്ട്, ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? കാരണം ക്യാമറ ഒരിക്കലും ഒരു ഉണ്ടാക്കിയവനില്ലാതെ ഉള്ളവനായി നിലനിൽക്കുക എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ? എന്നാൽ ഈ ഒരു ഇറിറ്റേഷൻ പ്രപഞ്ചമുള്ളതാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് കൗതുകം. കാരണം പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം എത്ര നിസ്സാരമാണ് ക്യാമറ എന്ന് പറയുന്നത്. ആ ക്യാമറ പോലും ഉള്ളതായി നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം എത്ര സംഭവ ബഹുലമാണ്. അതെങ്ങനെയാണ് ഉള്ളതായി നിലനിൽക്കാൻ പറ്റുക? വെറുതെ അലക്ഷ്യമായി ചിന്നിച്ചിതറി കിടക്കുന്ന എന്തൊക്കെയോ വിഭവങ്ങളുടെ സമാഹാരമാണ് ഈ പ്രപഞ്ചമെങ്കിൽ നമ്മളും പറയും ഇതൊക്കെ ഉള്ളതാണ്, ഉണ്ടാക്കിയാലെന്ന് ആവശ്യമില്ലാന്ന്. എന്നാൽ അങ്ങനെയാണോ ഈ പ്രപഞ്ചമുള്ളത്? എത്ര കൃത്യവും ക്രിയാത്മകവുമായിട്ടാണ്, സൂക്ഷ്മമായിട്ടാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതെ, ഒരു ദിവസം ദൈവം രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഭൂമി അങ്ങ് ഉണ്ടാക്കിയാൽ എന്താണെന്ന് ആശാൻ്റെ തോന്നൽ. അങ്ങനെ ആശാൻ ഭൂമി ഉണ്ടാക്കാനുള്ള മണ്ണ് തപ്പിയിറങ്ങി. ഉള്ള പ്ലാനറ്റ് മൊത്തം കറങ്ങി നടന്നു. വെറും മണ്ണ് പോരല്ലോ, ഇരുമ്പ്, സ്വർണം, കോപ്പർ ഇതൊക്കെ അടങ്ങിയ മണ്ണ് വേണമല്ലോ. അങ്ങനെ അവസാനം കണ്ടുപിടിച്ച് കുറേ അങ്ങ് ലോട്ടറക്കി. എന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് കുഴച്ച് ഒരു ഉണ്ട പരിവാക്കി. എന്നിട്ട് അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഫിക്സ് ചെയ്ത് കുറച്ച് മണ്ണെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി അതിൻ്റെ വായിലോട്ടൊരു ഊതി ജീവനും വെപ്പിച്ച്. എന്നിട്ട് ഈ സാധനം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയൊക്കെ നടുക്കായിട്ടുണ്ടിട്ട് ഒന്ന് കറക്കി വിട്ടു. ആ കറക്കമാണ് ഇപ്പോഴും നിൽക്കാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എൻ്റെ സംശയം അതല്ല, എന്തിനായിരിക്കും ദൈവം ഈച്ചയും പാറ്റയും കൊതുകിനെയൊക്കെ സൃഷ്ടിച്ചത്?